ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂരിൽ പാപ്പിനിശ്ശേരി സ്നേക്ക് പാർക്കാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണ്ട് തിരിച്ചു വരുന്ന മിക്കവാറും എല്ലാവരും ഒന്ന് കയറിയിട്ട് പോകുന്ന സ്ഥലമാണിത് കേട്ടോ. പോരാത്തിന് ഈയിടയ്ക്ക് സംഭവം ഫേമസ് ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഗിർ എന്ന് പറഞ്ഞ മലയാളം മൂവിയുടെ മാക്സിമം പോർഷനും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ഇവിടെ കയറാൻ ടിക്കറ്റ് പ്രൈസ് ഉണ്ട് കേട്ടോ. എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, പക്ഷേ 50-60 വലിയതൊന്നല്ല, ഈ ഒരു റേഞ്ചിലുള്ള പ്രൈസാണ്. അപ്പോൾ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ചെറിയൊരു മെറൈൻ വേൾഡ് ആണ്. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് മെറൈൻ സ്പീഷീസ് ഒക്കെ ഉണ്ട്. നമുക്ക് പിള്ളേർക്കൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല അടിപൊളി ഒരു സംഭവം, നമ്മുടെ ജംസ് മുട്ടായിൻ്റെ പാക്കറ്റ് തുറന്നതുപോലെ കുറേ എണ്ണം നല്ല ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ കളർഫുൾ ആയിട്ട് സത്യം കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങ് തോന്നും കേട്ടോ ഈ ഒരു ഐറ്റത്തിന്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കാട്ടുപൂച്ച, മുള്ളംപന്നി, ഉടുമ്പ്, മരപ്പട്ടി, കുരങ്ങ്, ഈ വക ഐറ്റത്തിനെയാണ്. ഇതൊക്കെ മിക്കവാറും ഒക്കെ ഇവിടെ ഇപ്പോൾ ബറയിലായതുകൊണ്ട് കുരങ്ങും ഇഷ്ടം പോലെയുണ്ട്. നാട്ടിലാണെങ്കിൽ നമുക്ക് ചുറ്റിലൊക്കെ കാണാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. എന്നാൽ ഇങ്ങനെ കൂട്ടിൽ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ കാട്ടുപൂച്ചയാണ്. കാട്ടുപൂച്ച ചന്നം പിന്നെ നടക്കുന്നുണ്ട്. സൗണ്ടൊക്കെ ഉണ്ടാക്കി നോക്കി ഒന്ന് ശ്രദ്ധ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ആൾ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ പിന്നെ കാണാൻ പോകുന്നത് നമ്മുടെ പോക്കിപ്പൈനാണ്, അതായത് മുള്ളംപന്നി. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ ഒരു ഡ്രൈവ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് നടക്കുന്ന കാണാം ഈ സാധനം. മുള്ളംപന്നിയൊക്കെ നല്ല ഉറക്കമാണ്, എത്ര ശ്രമിച്ചിട്ടും അതൊന്നും അനങ്ങണ പോലും ഉണ്ടായിരുന്നില്ല. അത് കണ്ടിട്ട് കണ്ടത് നമ്മുടെ സിവറ്റാണ്, അതായത് മരപ്പട്ടി നല്ല ഉറക്കമാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഇവർക്ക് ഇത് ക്യൂരിയോസിറ്റി ഒന്നുമില്ല. ഇവരെന്നും 10,000 ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളാണല്ലോ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ ക്യൂരിയോസിറ്റി ഒന്നുമില്ല, അത് മൈൻഡ് ചെയ്ത് അവർ കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു നമ്മുടെ ബംഗാൾ മോണിറ്റർ ഉടുമ്പ്. ഇത് പറഞ്ഞ അവിടെ പ്രശ്നമാവുമെന്ന് അറിയില്ല, അപ്പോൾ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഇതിനെ പിടിച്ച് ആൾക്കാർ കഴിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ലോ ഒക്കെ സ്ട്രിക്റ്റ് ആയപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. ഇനി ഈ പറഞ്ഞതിൽ വല്ല പണി കിട്ടുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. നെക്സ്റ്റ് നമ്മൾ കണ്ടത് കുരങ്ങന്മാരാണ് കേട്ടോ. ഫുൾ ടൈം ആക്റ്റീവാണ്, ചാടി മറിഞ്ഞ് തല്ലുപിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ ആമകളുണ്ടായിരുന്നു കേട്ടോ. ആമകൾ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ചത് നക്ഷത്ര ആമയുണ്ടോ എന്നുള്ളതാണ്. കാരണം അതാണല്ലോ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളത്, അതിനെ കടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, രണ്ട് സൈഡിലും റെഡ് കളറായിരുന്നു. റെഡ് ഇയർഡ് സ്ലൈഡർ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാ സ്പീഷീസിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല സമയമെടുത്ത് പോവാണ്, താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ വരാം. നെക്സ്റ്റ് നമ്മൾ കണ്ടത് യമു ആണ്. യമു ആൾ ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ. നമ്മൾ ആ നെറ്റിൻ്റെ അടുത്ത് പോയി കൈയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കൊത്ത് കിട്ടും. പിന്നെ ഇതിൻ്റെ എഗ്ഗ് ഞാനിപ്പോൾ കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറുള്ള വലിയ എഗ്ഗ്, അത് വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, പക്ഷേ അടുത്ത് പോയി അധികം സ്നേക്കാൻ നിന്നാൽ പണിയും കിട്ടും. നെക്സ്റ്റ് നമ്മൾ കണ്ട ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ പേര് എന്തുവാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കോഴീൻ്റെയും മയിലിൻ്റെയും കൂടെ ഒരു മിക്സാണ്. തൂവലും ചെറുക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സ്പ്രെഡ് നോളജ് എന്നാണല്ലോ. ഇനിയാണ് നമ്മൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയിലോട്ട് പോകുന്നത്. റെപ്റ്റൈൽസ്, പാമ്പുകൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് 2 ദിവസം ഉറക്കമുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല പേടിയുള്ള സംഭവമാണിത്. അതുകൊണ്ട് ഞാൻ എവിടെ അധികം നേരം നിന്നില്ല, ജസ്റ്റ് കണ്ടിങ് പോകുന്നതേ ഉള്ളൂ. ദാണ്ട കുന്നുപോലെ കൂട്ടിയിട്ടേക്കുവാണ് നമ്മുടെ പെരുമ്പാമ്പ്, പൈത്തൺ. സത്യം പറയാൻ ഞാനിതൊക്കെ ഡബ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി ആ പെരുമ്പാമ്പാണ്, ഇനി പെരുമ്പാമ്പിനെ കുറിച്ച് 2 വാക്ക് പറയാം എന്നുള്ള രീതിയിലാണ് കണ്ണടച്ചിട്ടാണ് ഡബ് ചെയ്തത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മെയിനായിട്ട് ഇന്ത്യൻ കോബ്ര, മൂർക്കൻ, ശംഖുവരയൻ, പച്ചിലപ്പാമ്പ്, ചേര, മണ്ണൂലിപ്പാമ്പ്, അങ്ങനെ എല്ലാ വെറൈറ്റീസും, പാമ്പിലുള്ള മാക്സിമം വെറൈറ്റീസും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെനമസ് ആണോ നോൺ വെനമസ് ആണോ, ഇപ്പോൾ കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എത്ര ടൈമിൽ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇവിടെ മുന്നേ തൊട്ടേ വിഷചികിത്സ ഉണ്ട്. അത് ഇപ്പോൾ എത്രത്തോളം ആക്റ്റീവ് ആണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല, അതൊന്ന് കൺഫേം ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നൊക്കെ ഓടി നടന്ന് വരികയേ ചെയ്തുള്ളൂ. പക്ഷേ ഇവരൊക്കെ ടൈം എടുത്തെല്ലാം വായിച്ച് പിടിച്ച് നല്ലോണം കണ്ടിട്ടാണ് വന്നത്. പിന്നെ നമ്മളവിടെ കണ്ടത് ഗ്രീൻ ഇഗ്വാനാണ്. പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ഓന്തിനെ കണ്ട പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രീൻ ഇഗ്വാനൊക്കെ ഉണ്ടെന്ന് പോലും അറിയാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ പെറ്റാണെന്ന്, നമ്മളായിട്ട് ഇത്രയും മിങ്കിളാവുന്ന ഐറ്റം ആണെന്നുള്ളതൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് അറിഞ്ഞത്. പിന്നെ അവിടെ സ്റ്റീഫൻ റോബർട്ടിൻ്റെ സ്റ്റാച്യു ഉണ്ടായിരുന്നു. മുതലപിടുത്തക്കാരനാണെന്നാണ് തോന്നുന്നത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. അപ്പോൾ അങ്ങനെ കൂടെ പോയി നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ചെറിയൊരു ക്രോക്കഡൈൽ വേൾഡ് ഉണ്ടായിരുന്നു. അതിൽ നിറയെ മഗർ ക്രോക്കഡൈൽസ് ആണ് കേട്ടോ കൂടുതലുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ചീങ്കണ്ണിയൊക്കെ ഉണ്ടായിരുന്നു. ക്രോക്കഡൈൽസ് എപ്പോഴും ഉറക്കമാണ് എന്നല്ലേ നമ്മൾ വിചാരിക്കണത്, പക്ഷേ അല്ല, അവർ പ്ലാനിങ് ാണ്. അവരെപ്പോൾ വേണ്ടിക്കലും നമ്മൾ അറ്റാക്ക് ചെയ്യും. പിന്നെ അവിടെ ചെറിയൊരു ഫൺ ആക്ടിവിറ്റി ഏരിയ ഉണ്ട് കേട്ടോ, കുട്ടികളൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഷൂട്ടിങ്ങും ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ ആയിട്ടുള്ളത്. ശിശ്രും സാനും സമ്മും ഒക്കെ പോയിട്ട് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തു. എനിക്ക് പിന്നെ ഷൂട്ടിങ്ങിൽ മികപ്പെരിയ കഴിവായതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല. അപ്പോൾ ഇതാണ് എക്സാക്ട്ലി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സ്ഥലം. ഗിർ എന്ന് പറഞ്ഞ മലയാളം മൂവിക്ക് വേണ്ടിയിട്ട് സെറ്റ്. ആ മറ്റേ സിംഹത്തിൻ്റെ ഇതിനകത്തോട്ട് ചാടുന്നതാണല്ലോ കുഞ്ചാക്കോ ബോബൻ, ആ ചാടിയ സംഭവമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന സ്ഥലത്താണ് യഥാർത്ഥ രാജാവുള്ളത്, കിങ് കോബ്ര. ഒടുക്കത്തെ സെറ്റപ്പാണ് കേട്ടോ, നല്ല AC-യിൽ. എന്താ പറയണ്ട, ഈ സംഭവം കണ്ടാൽ തന്നെ നമ്മൾ പേടിയാവും. ഒടുക്കത്തെ വലുപ്പവും കിടക്കണുണ്ടോ എൻ്റെ അമ്മോ,
അങ്ങനെ കിങ് കോബ്രയെ കൂടെ കണ്ട് കൃതാർത്ഥരായി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നേരെ തലശ്ശേരിക്ക് വെച്ച് പിടിച്ചു. തലശ്ശേരി പാരീസിൽ നിന്ന് നല്ലൊരു തലശ്ശേരി ബിരിയാണിയും കൂടെ കഴിച്ച് വീട്ടിലേക്ക് വിട്ടു. പക്ഷേ പണ്ടത്തെ പാരീസിലെ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നല്ല കേട്ടോ, ഒരുപാട് മാറിപ്പോയി. പറയാൻ വന്നതൊന്നല്ല, പറശ്ശിനിക്കടവ് നിങ്ങൾ ശ്രീമുത്തപ്പനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പം ഈ പാപ്പിനിശ്ശേരി സ്നേക്ക് പാർക്ക് മിസ് ചെയ്യേണ്ട. ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴും പറയണ പോലെ തന്നെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bites. Bye bye.